ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. വിവിധ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മുഖ്യമന്ത്രി ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് എന്തെങ്കിലും പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. വരുന്ന മിനിറ്റുകളിൽ, വരുന്ന മണിക്കൂറുകളിൽ അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. VM സുധീരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഉള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കോടിയേരിയുടെ. ഒപ്പം ഏറ്റവും പുതിയ വിവരം, അമ്മയുടെ ഒരു തീരുമാനം, താരസംഘടനയായ അമ്മയുടെ ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം, കൊച്ചിയിൽ മമ്മൂട്ടിയുടെ വസതിയിൽ ഒരു അടിയന്തര യോഗം കൂടുന്നുവെന്നാണ് അറിയാൻ കഴിയുന്ന ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നും അറിയുന്നു. അങ്ങനെ വലിയ ചലനങ്ങൾ ഈ വരുന്ന മിനിറ്റുകളിൽ, മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. എന്തായാലും വിവിധ റിപ്പോർട്ടുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ടതുണ്ട്. കാരണം ജനപ്രിയ നായകൻ എന്ന ചിരപ്രതിഷ്ഠ നേടിയ ഒരു സാഹചര്യം കൂടി ജനപ്രിയ നായകൻ എന്ന ഒരു ചിരപ്രതിഷ്ഠ ജനങ്ങളുടെ മനസ്സിൽ നേടിയ സാഹചര്യം കൂടിയാണ് ദിലീപിനുണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള പതനം വലിയ തരത്തിലാണ്. അത് ആരാധകരെയും വ്യക്തിപരമായി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആ ഒരു പ്രകടനം തന്നെയാണ് ദിലീപിന്റെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്ക് നേരെ ജനങ്ങൾ പ്രകടിപ്പിച്ച ജനരോഷം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ താരസംഘടനയായ അമ്മ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് നിലവിൽ കൈക്കൊള്ളുന്നത് എന്നറിയേണ്ടതുണ്ട്. സുനിൽ അരിമാനൂർ ചേരുകയാണ്. സുനിൽ, ഈ കൊച്ചിയിൽ മമ്മൂട്ടിയുടെ വസതിയിൽ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു യോഗം ചേരുന്നു എന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ? ഒരു നടപടി ദിലീപിനെതിരെ ഉടൻ പ്രതീക്ഷിക്കാമോ? എന്താണ് കിട്ടുന്ന വിവരം? അരുണെ, ഒരു നടപടി ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളും അതോടൊപ്പം തന്നെ ഭാരവാഹികളും ചേർന്ന് മമ്മൂട്ടിയുടെ വീട്ടിൽ ഇപ്പോൾ യോഗം ചേരുന്നത്. ഇടവേള അടക്കം ഉള്ളവർ രാവിലെ തന്നെ ഇന്നസെന്റുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇടവേള ബാബു സെക്രട്ടറിയാണ്, മമ്മൂട്ടി ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമായ മോഹൻലാൽ, KB ഗണേഷ് കുമാർ എന്നിവരുമായി ഇന്നസെന്റ് തന്നെ ആശുപത്രിയിൽ നിന്ന് ഫോണിൽ സംസാരിച്ച് ഇത്തരത്തിൽ അടിയന്തരമായി എക്സിക്യൂട്ടീവ് ചേരുകയാണ്. ഇതിങ്ങനെ ഒരു തീരുമാനം സാഹചര്യം ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് അത്തരം തീരുമാനം എടുക്കുകയാണ് എന്നുള്ള തരത്തിലേക്കാണ് രാവിലെ ഫോൺ സംഭാഷണങ്ങൾ നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടവേള ബാബു അടക്കമുള്ള അവൈലബിൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മമ്മൂട്ടിയുടെ വീട്ടിലെത്തി യോഗം ചേരുന്നത്. ഏതായാലും ഒരു വാർത്താ സമ്മേളനം നടത്താനുള്ള സാധ്യത ഇല്ല. കാരണം ഇന്നസെന്റ് ആശുപത്രിയിൽ ഉള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പോകത്തില്ല. മറിച്ച് ഒരു വാർത്താ കുറിപ്പിലൂടെ അമ്മയുടെ തീരുമാനം അറിയിക്കാനാണ് എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നത്. ഏതായാലും ദിലീപിനെ പുറത്താക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും അമ്മ കൈക്കൊള്ളുക എന്നാണ് നമുക്ക് നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ, ഇതിനകത്ത് ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അമ്മ എന്ന സംഘടനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വരുന്നൊരു പശ്ചാത്തലം